വീണ്ടും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിലക്കടല കൊണ്ടുള്ളൊരു സാലഡാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. മറ്റുള്ള സാലഡ്സിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമുക്കത് ചെയ്തെടുക്കാം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണണമെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. ഇതിനായിട്ട് വേണ്ടത് നിലക്കടല തന്നെയാണ്. ഇത് വറുക്കാത്ത നിലക്കടലയായിരിക്കണം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് കഴുകി വെള്ളത്തിൽ നിന്നെല്ലാം മാറ്റിയെടുത്തിട്ടുള്ളതാണ്. നിലക്കടല നമുക്ക് കുക്കറിൽ പുഴുങ്ങിയെടുക്കാനുള്ളതാണ്. അതിനായിട്ട് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നീട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് കുക്കർ അടച്ചതിന് ശേഷം വെയിറ്റ് ഇട്ടിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ 2 വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. ഒരുപാട് ഓവർ കുക്ക് ആവരുത്. ഓവർ കുക്ക് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സാലഡിൻ്റെ ടേസ്റ്റേ മാറും. നിലക്കടല വെന്ത് കഴിഞ്ഞാൽ നമുക്കൊരു കടായി ചൂടാകുമ്പോൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വരുമ്പോൾ അതുപോലെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗ്യാസ് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാനുണ്ട്. പൊടികൾ കരിയാതെ നോക്കണം. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. നിലക്കടല കണ്ട ഇതുപോലെ ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. ഒരുപാട് വെന്ത് സ്മാഷായി പോകരുത്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മൂപ്പിച്ചെടുത്തിട്ടുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അത് ചേർത്ത് കൊടുക്കാം. അത് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാനുണ്ട്. നമുക്കിനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് സവാള ചെറുതാക്കി അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. പിന്നീട് ക്യാപ്സിക്കം, പച്ച ക്യാപ്സിക്കമാണ് ഇപ്പോൾ ഞാൻ എടുത്തത്. നിങ്ങൾക്ക് വേറെ കളറിലുള്ള ക്യാപ്സിക്കം കിട്ടുകയാണെങ്കിൽ അതുകൂടെ ചെറുതാക്കി അരിഞ്ഞത് ചേർക്കാം. പിന്നീട് ക്യാരറ്റ് പൊടിയാക്കി അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നീട് മല്ലിയില അതും ചേർക്കാം. അതേപോലെ തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നീട് പച്ചമുളക്, നമ്മൾക്ക് കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ പച്ചമുളക് അവോയ്ഡ് ചെയ്യുക. നമ്മൾ മുളക് പൊടി ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ പച്ചമുളക് അവോയ്ഡ് ചെയ്യുക. പിന്നീട് കുരുമുളക് പൊടി അതും കൂടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നാരങ്ങയുടെ നീര്, ഒരു നാരങ്ങയുടെ പകുതിയാണ്, അതിൻ്റെ നീരും കൂടെ ചേർത്തിട്ട് പിന്നീട് നമുക്ക് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു കടല പുഴുങ്ങുമ്പോൾ. അപ്പോൾ ഇതിൽ നോക്കിയിട്ട് ചേർത്തിയാൽ മതി. ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ച് ചേർത്ത് കൊടുക്കുക. എനിക്കിപ്പോൾ ഇതിൽ ഉപ്പ് കുറച്ച് പോരായിരുന്നു, അപ്പോൾ ലേശം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു സാലഡാണിത്. ഒരു ഈവനിങ് സ്നാക്ക് പോലെയായിട്ടും നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ കമൻറ്റ് അറിയിക്കാനും മറക്കരുത്. നമുക്ക് പുതിയ നല്ല നല്ല വീഡിയോസായിട്ട് ഉടനെ കാണാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.